ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേരള തൊഗാഡിയ എന്നറിയപ്പെടുന്ന വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളി നടേശൻ എൻ്റെ വാക്കുകളാണ്. സംഘടിത സമുദായങ്ങൾ വളർന്നു, ഈഴവർ തളർന്നു. ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് മുമ്പിൽ ഇടതു വലതു മുന്നണികൾ മൗനം പാലിക്കുന്നു. കേരളം വൈകാതെ മുസ്ലിം പ്രദേശമാകും, മുസ്ലിം ഭൂരിപക്ഷമാകും. കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷമാകും. എന്താ തണ്ടിത്തരമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ജാതി ചോദിക്കരുത്, പറയരുത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മദ്യം വിഷമാണ്, അത് കൊടുക്കരുത്, കുടിക്കരുത്. ഇതാണ് SNDP എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ വെള്ളാപ്പള്ളി ഇങ്ങനെ വിഷം ചീറ്റുന്ന പ്രസ്താവന ഇറക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനം. ആ ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളാപ്പള്ളിയെ എന്നേ അടിച്ചു കൊല്ലുമായിരുന്നു. ശ്രീനാരായണ ഗുരു ഇന്ന് എവിടെയെങ്കിലും അദ്ദേഹം പുതിയൊരു ജന്മം ജനിച്ചു വരണമെങ്കിൽ വെള്ളാപ്പള്ളിയെ കഴയിലേറ്റും. എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നത്? നാട്ടില് അസംതൃപ്തിയും അക്രമവും വിദ്വേഷവും വെറുപ്പും പുലർത്തുന്ന പ്രസ്താവനകളല്ലാതെ ഈ വെള്ളാപ്പള്ളിയെ കൊണ്ട് ഈഴവ സമുദായത്തിന് ഇന്ന് വരെ എന്താണ് നേട്ടമുണ്ടായത്? കേരളത്തില് മുസ്ലിങ്ങൾക്ക് എന്താ വളർന്നൂടെ? ഈ വെള്ളാപ്പള്ളിക്ക് എത്ര സഹോദരങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 12-13 ഉണ്ട്. അപ്പോ ഈഴവര് അയാളുടെ സ്വന്തം കുടുംബത്ത് തന്നെ 12ഓളം അംഗങ്ങളുള്ള ഒരു കുടുംബം, അയാളെ സഹോദരിമാരും സഹോദരന്മാരുമായിട്ട്. എന്നിട്ടാണ് പറയുന്നത് മുസ്ലിങ്ങൾ ആവശ്യം പോലെ പ്രസവിച്ചു കൂട്ടുന്നു, ഈഴവർ പ്രസവിച്ചു കൂട്ടുന്നില്ല. അല്ലയോ സ്ത്രീകളെ, നിങ്ങൾ ആവശ്യം പോലെ പ്രസവിച്ചോളെ, എങ്കിലേ മുസ്ലിങ്ങളുമായിട്ട് നമുക്ക് മത്സരിക്കാൻ ഒക്കുള്ളൂ. അപ്പൊ മുസ്ലിം പ്രദേശം മുസ്ലിം ഭൂരിപക്ഷമാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രസവിച്ചു. ഇയാൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പച്ചവർഗീയത പറയുന്ന ഒരു സമുദായ നേതാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതും ജാതി ചോദിക്കരുത്, പറയരുത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന തത്വസംഹിതയിൽ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട വ്യക്തിയാണ്. ഈ വ്യക്തിയെ SNDPയുടെ തലപ്പത്ത് അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയാലും SN ട്രസ്റ്റിൻ്റെ ആയാലും അധ്യസ്ഥ സ്ഥാനത്തോ അതിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിലോ ഇരുത്തിയാൽ ആ പ്രസ്ഥാനം എങ്ങനെയാണ് വളരുന്നത്?